ഗിരീഷ് സാറാണ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ അല്ലേ, 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് 3ാമത്തെ ചാപ്റ്റർ ഒരു കാമൻ കേട്ട് വന്നു അല്ലേ. 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. വൈദ്യുതകാന്തിക പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഉറപ്പായിട്ടും 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാപ്റ്റർ ഉറപ്പാണ്. 100% ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും വൈദ്യുതകാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തെല്ലാം കൊടുത്തേക്കുക. കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിനെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എന്നിട്ട് അങ്ങനെ പഠിക്കണ്ടേ. അന്നേരം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒരുപാട് കുട്ടികൾ വാട്സപ്പിനകത്തൊക്കെ ഇട്ട് തന്നു. ഭയങ്കര പ്രയാസമാണ് സാറേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ ഞാൻ ശ്രമിക്കും. നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം വീഡിയോ ചെയ്യുക. നമുക്ക് പോകാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണം. ഓക്കെ വാ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തുടങ്ങാം അല്ലേ. നിങ്ങൾ ഇതൊക്കെ എന്താണ് അല്ലേ? ഇത് മാർക്കറാണ്, ഇത് ഈ പേന ഇടുന്നൊരു ഹോൾഡറാണ്. ഒരു ചെറിയൊരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അല്ല, നമുക്ക് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണമെന്ന് ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കണം. അതിന് ആ പരീക്ഷണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം അല്ലേ. അതല്ലേ നമുക്ക് പ്രശ്നം. പല പരീക്ഷണങ്ങളും പഠിച്ച് എല്ലാം കഴിയുമ്പോഴത്തേന് എന്തായിരുന്നു ഈ പരീക്ഷണം, എന്ത് ഈ പരീക്ഷണത്തിലൂടെ നമ്മൾ പഠിച്ചു എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ ചോദിക്കത്തില്ല. കാരണം നോക്കണം, ഈ പരീക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മളിലെ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ കുക്കറി ഷോ ഒക്കെ പോലെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്പെരിമെന്റിന് വേണ്ട കാര്യങ്ങൾ: ഒരു ബാർ മാഗ്നറ്റ് വേണം, സോളിനോയിഡ് വേണം, കമ്പിച്ചുരുളാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്, ഗാൽവനോമീറ്റർ വേണം, ഈ 3 വേണം. ബാർ മാഗ്നറ്റ് വേണം, സോളിനോയിഡ് വേണം, ഗാൽവനോമീറ്റർ വേണം. ഇത്രയും കാര്യങ്ങൾ വേണം ഈ പരീക്ഷണം. ഇപ്പൊ നിങ്ങൾ ഇതിനെ അങ്ങ് സങ്കല്പിക്കുക, ഒരു ബാർ മാഗ്നറ്റ് ആണ്. ഇതിനെ നിങ്ങൾ ഒരു സോളിനോയിഡ് ആയിട്ടാണ് സങ്കല്പിക്കുക. സോളിനോയിഡ്, ഇത് ബാർ മാഗ്നറ്റ്, ഇത് സോളിനോയിഡ്. ഗാൽവനോമീറ്റർ സാങ്കല്പികമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അന്നേരം ആദ്യം എന്താണ് ഈ ഗാൽവനോമീറ്റർ എന്നറിയും. അത് വ്യക്തവും ശക്തവുമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് മീൻ ബൈ ഗാൽവനോമീറ്റർ? ഇതിനകത്തെ ഓരോ പോയിന്റുകളും വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താണ് ഈ ഗാൽവനോമീറ്റർ? ഈ ഗാൽവനോമീറ്ററും അമ്മീറ്ററും ഒക്കെ തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. അമ്മീറ്റർ കറണ്ട് മെഷർ ചെയ്യുന്ന ഡിവൈസാണ്. കറണ്ട് അളന്നെടുക്കുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് അമ്മീറ്റർ. Ammeter is an instrument used to measure electric current. ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി അളക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് അമ്മീറ്റർ. പക്ഷെ ഗാൽവനോമീറ്റർ അതല്ല. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറിയ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, വളരെ നേരിയ വൈദ്യുതി ഉണ്ടെങ്കിൽ, കറണ്ട് ഉണ്ടെങ്കിലും അതിന്റെ പ്രസൻസ്, അതിന്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കുന്ന ഉപകരണത്തിനെ പറയുന്ന പേരാണ് ഗാൽവനോമീറ്റർ. അന്നേരം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം എന്താണ് ഗാൽവനോമീറ്റർ. വൈദ്യുതിയുടെ ചെറിയ, വളരെ നേരിയ വൈദ്യുതി ഉണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും, അതിന്റെ ദിശയും അതിന്റെ മാഗ്നിറ്റ്യൂഡും അളവും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഉപകരണത്തെ പറയുന്ന പേരാണ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ ചില്ലറക്കാരനല്ല. അന്നേരം ഗാൽവനോമീറ്റർ വേണം. നമ്മൾ ഗാൽവനോമീറ്റർ പറഞ്ഞു, ബാർ മാഗ്നറ്റ് വേണം, സോളിനോയിഡ് വേണം, ഗാൽവനോമീറ്റർ വേണം. ഈ 3 നമ്മുടെ പരീക്ഷ നമുക്ക് തുടങ്ങാം. എന്നാലും ഞാൻ പറഞ്ഞു, ഇത് ബാർ മാഗ്നറ്റ് ആണ്. നിങ്ങൾ സങ്കല്പിക്കുക, ഇത് മാർക്കർ തന്നെയാണ്. ഇത് നിങ്ങൾ സോളിനോയിഡ് ആയിട്ടാണ് സങ്കല്പിക്കുക. ഞാൻ ആദ്യം ചെയ്യുന്ന പോകുന്ന കാര്യം നോക്കുക. ബാർ മാഗ്നറ്റ് എന്ന് പറയുന്ന ഇതിനെ ഞാൻ സോളിനോയിഡിനകത്തോട്ട് ഇങ്ങനെ ചലിപ്പിക്കുകയാണ്, മൂവ് ചെയ്യിപ്പിക്കുകയാണ്. ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചു, അതോട്ട് മൂവ് ചെയ്യിപ്പിച്ചു. ഏതിനകത്തോട്ട് മൂവ് ചെയ്യിപ്പിച്ചു? മാഗ്നറ്റ് സോളിനോയിഡിനകത്തോട്ട് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ കാന്തിക ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. എപ്പം ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നോ, നോട്ട് ചെയ്തോണം, എപ്പം ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നോ അവിടെ ഒരു EMF ഉണ്ടാകും.
അത് ഒരു പ്രേരിത EMF, ഇൻഡ്യൂസ്ഡ് EMF. നമ്മൾ ഫോഴ്സ് കൊടുത്തുണ്ടാക്കി എടുക്കുന്ന EMF. അതിനെ പറയുന്ന പേര് ഇൻഡ്യൂസ്ഡ് EMF. എന്ത് EMF? ഇൻഡ്യൂസ്ഡ് EMF, പ്രേരിത EMF. ഞാൻ എന്താണ് ചെയ്തത്? മാഗ്നറ്റ് സോളിനോയിഡിനകത്തോട്ട് മൂവ് ചെയ്തു, അവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്തു, കാന്തിക ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തു, EMF ഉണ്ടായി. ആ EMF-നെ പറയുന്ന ഒരു ഇൻഡ്യൂസ്ഡ് EMF എന്നാണ്. ഇത് ഞാൻ ഒരു പരീക്ഷണം, ഇത് ഞാൻ അകത്തോട്ട് മൂവ് ചെയ്യുക അല്ലേ, ഇത് ഞാൻ മൂവ് ചെയ്ത് വെച്ചേക്കാണ്, ഇത് ഞാൻ പുറത്തോട്ട് ഇങ്ങനെ എടുക്കുക, അന്നേരം ഇത് ചലിച്ചു, മൂവ് ചെയ്തു, അന്നേരവും ഫ്ലക്സ് ചേഞ്ച് ചെയ്തു, EMF ഉണ്ടായി. ആ EMF ഇൻഡ്യൂസ്ഡ് EMF തന്നെ. ആദ്യം അകത്തോട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, അകത്തോട്ട് മൂവ് ചെയ്തപ്പം ഗാലനോമീറ്റർ, സാധാരണ ഗാലനോമീറ്ററിന്റെ നടുക്കാണ് 0. ആ ഗാലനോമീറ്റർ തന്നെ അകത്തോട്ട് മൂവ് ചെയ്തപ്പോൾ ഗാലനോമീറ്റർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് വെച്ചു, ഈ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നത് വെച്ചു. തിരിച്ച് ഞാൻ ഇത് ഇങ്ങനെ എടുത്തില്ലേ, രണ്ടാമത്തെ പരീക്ഷണം ഇങ്ങനെ എടുത്തു. ഏത് മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് സോളിനോയിഡിനകത്തൂടെ ഇങ്ങനെ എടുത്തപ്പം ആ ഗാലനോമീറ്ററിന്റെ സൂചി ഇപ്പുറത്തെ വശത്ത്, അതായത് ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കാണിച്ചു, വിപരീത ദിശയിലോട്ട് മാറി. ഇനി മൂന്നാമത്തെ പരീക്ഷണം ഞാൻ ഇത് വളരെ സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുമ്പം ഇതിന്റെ ഡിഫ്ലക്ഷനിലെ കാറിന്റെ ഒക്കെ വൈപ്പർ പോലെ ഇങ്ങനെ ഡിഫ്ലക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ഇനി ഞാൻ ചുമ്മാതെ, അടുത്ത ശ്രദ്ധിച്ചു വേണം, ചുമ്മാതെ ഈ മാഗ്നറ്റ് ഈ സോളിനോയിഡ് മൂലം ചുമ്മാതെ ഇങ്ങനെ വെച്ചു, ചലിപ്പിക്കുന്നേ ഇല്ല, ചലിപ്പിക്കാതെ ഇങ്ങനെ വെച്ചേക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റേഷനറി അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്നത്. അന്നേരം അവിടെ കാന്തിക ഫ്ലക്സിന് മാറ്റം വരുന്നില്ല, EMF ഉണ്ടാകുന്നില്ല, ഗാലനോമീറ്റർ 0-യിൽ തന്നെ നിൽക്കും, കാരണം അനങ്ങുന്നില്ല. നമ്മൾ എപ്പോഴും അന്നേരം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? ഇത് മൂവ് ചെയ്താൽ മാത്രമേ കാന്തിക ഫ്ലക്സിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യത്തുള്ളൂ, EMF ഉണ്ടാകത്തുള്ളൂ. അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതേ പരീക്ഷ നമുക്ക് തിരിച്ചും ചെയ്യാം. യഥാർത്ഥത്തിൽ ഏതാ സോളിനോയിഡ് നമുക്ക് മാഗ്നറ്റിനകത്തോട്ട് മൂവ് ചെയ്യാം, ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ചുരുക്കം പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എപ്പം ഒരു സർക്യൂട്ടിലെ കറണ്ട്, ഒരു സർക്യൂട്ടിലെ നമ്മൾ ഏത് കൊടുക്കുമ്പം മാഗ്നറ്റ് നമ്മൾ സോളിനോയിഡിനകത്ത് കൊടുക്കുമ്പോൾ അതിനകത്തെ ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പം ചേഞ്ച് ചെയ്യുന്നോ അവിടെ EMF ഉണ്ടാകുന്നു. ആ EMF-നെ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നു. മൊത്തത്തിൽ ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ഫിനോമിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഉറപ്പിച്ചങ്ങോടിക്കുക, ഒരു ചാലകത്തിന് മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പം അവിടെ EMF ഉണ്ടാവും. ആ EMF-നെ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. മൊത്തത്തിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. തിരിച്ച് മലയാളത്തിൽ പറയുമ്പോൾ നമ്മുടെ ജാലകത്തിന്റെ കാന്തിക ഫ്ലക്സിൽ വ്യത്യാസം വരുമ്പോൾ അവിടെ ഒരു പ്രേരിത EMF ഉണ്ടാകുന്നു. മൊത്തത്തിൽ ഈ പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. ഇത് പഠിക്കാൻ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അല്ല, നമ്മൾ സൗണ്ട് പരീക്ഷണം വെച്ച് നമ്മൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പഠിച്ചു. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതിനൊക്കെ സംഭാവന നൽകിയ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മളൊന്നും മറക്കാനേ പാടില്ല. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരുപാട് സയന്റിസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, നമുക്കറിയാം അദ്ദേഹത്തിനെ, മൈക്കിൾ ഫാരഡെ. ആരാണ്? മൈക്കിൾ ഫാരഡെ ആണ്. ഭയങ്കരമാണ് മൈക്കിൾ ഫാരഡെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ്. ഒരുപാട് സംഭാവനകൾ ഈ വൈദ്യുത കാന്തിക പ്രേരണത്തിന് വേണ്ടി നൽകിയിട്ടതാണ്. അതായത് നമുക്ക് പുള്ളിയെ നമിക്കാം, കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഫിസിക്സിന്, ഭൗതിക ശാസ്ത്രത്തിന് നൽകിയ മനുഷ്യരാണ്. അന്നേരം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇൻട്രോ സൂപ്പറായി. ഇനി നമ്മൾ അടുത്തലേക്ക് ചാടി കിടക്കുന്നു. ഓക്കെ വാ. ഓക്കെ, നമ്മള് പരീക്ഷണം കഴിഞ്ഞു. ഗാലനോമീറ്റർ എന്താണ്, ഗാലനോമീറ്റർ എന്താന്ന് പറഞ്ഞു, വൈദ്യുത കാന്തിക പ്രേരണ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു. ക്ലിയർ ആയില്ലേ? ഇനിയും ഈ ഗാലനോമീറ്ററിന്റെ ചിഹ്നം അല്ലെങ്കിൽ സിമ്പൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. രണ്ടറ്റം നടുക്കൊരു സർക്കിള്, ആരോ മാറിങ്ങനെ കാണിക്കുന്നു ഗാലനോമീറ്ററിന്റെ. ഈ ഗാലനോമീറ്ററിന്റെ സിമ്പല് പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ സിമ്പൽ തന്നതിന് ശേഷം ഏതാണ് ഈ ഇൻസ്ട്രുമെന്റ്, ഏതാണ് ഉപകരണം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അന്നേരം ഇതാണ് ഗാലനോമീറ്ററിന്റെ സിമ്പൽ, അല്ലെങ്കിൽ ഈ സിമ്പൽ ഏതിന്റെയാണെന്ന് ചോദിച്ചാൽ ഗാലനോമീറ്ററിന്റെ ആണ്.
അതുകൂടെ അതിന്റെ കൂട്ടത്തിലും അറിഞ്ഞിരിക്കുക. ഇനി ഒരു പരീക്ഷയ്ക്ക് 3 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ്, ഏതൊക്കെ ഘടകങ്ങളാണ് അഫക്റ്റിംഗ് ഇൻഡ്യൂസ്ഡ് EMF, പ്രേരിത EMF-നെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡ്യൂസ്ഡ് EMF? 3 ഫാക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടും. ഒന്ന്, നമ്പർ ഓഫ് ടേൺസ്. നമ്മളൊരു സോളിനോയിഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ചുരുളുകളുടെ എണ്ണം, ചുറ്റുകളുടെ എണ്ണം ഒരു വലിയ ഘടകമാണ് ഇൻഡ്യൂസ്ഡ് EMF കിട്ടാൻ. നമ്പർ ഓഫ് ടേൺസ് ഒരു വലിയ ഘടകമാണ്, ചുറ്റുകളുടെ എണ്ണം. 2, മാഗ്നറ്റിക് സ്ട്രെങ്ത്, കാന്തത്തിന്റെ ശക്തി. അല്ല, കാരണം മാഗ്നറ്റിക് സ്ട്രെങ്ത് കുറയുകയും കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF-നെ ശരിക്കും ബാധിക്കും. കാരണം മാഗ്നറ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ കാന്തത്തിന്റെ ശക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3, സ്പീഡ് ഓഫ് ദി മാഗ്നറ്റ് ഓർ സോളിനോയിഡ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പം അങ്ങോട്ട് മൂവ് ചെയ്യാം, അതായത് മാഗ്നറ്റ് സോളിനോയിഡിനകത്തോട്ട് മൂവ് ചെയ്യാം, തിരിച്ച് സോളിനോയിഡ് മാഗ്നറ്റിനകത്തോട്ട് മൂവ് ചെയ്യാം. ആ സ്പീഡിനനുസരിച്ച് ഏതിനുമായി വ്യത്യാസം വരാം? ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ പ്രേരിത EMF-ന് ഉറപ്പായിട്ടും വ്യത്യാസം വരാം. ഈ 3 ഫാക്ടേഴ്സ് നിങ്ങൾ നന്നായിട്ട് അങ്ങ് പഠിച്ചോണം. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽഡ് കണ്ടക്ടർ, മാഗ്നറ്റിക് സ്ട്രെങ്ത്, സ്പീഡ് ഓഫ് ദി മാഗ്നറ്റ് ഓർ സോളിനോയിഡ്, ചുറ്റുകളുടെ എണ്ണം, കാന്തത്തിന്റെ ശക്തി, കാന്തത്തിന്റെ ചലന വേഗത. പെട്ടെന്ന് നിങ്ങൾ എന്റെ കൂട്ടത്തിൽ പറഞ്ഞേ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡ്യൂസ്ഡ് EMF. ഒരെണ്ണം പഠിക്കുമ്പോൾ അതങ്ങ് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഏതൊക്കെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ടേൺസ്. സെക്കൻഡ് വൺ, മാഗ്നറ്റിക് സ്ട്രെങ്ത്. തേർഡ് വൺ, സ്പീഡ് ഓഫ് ദി മാഗ്നറ്റ് ഓർ സോളിനോയിഡ്, സ്പീഡ് ഓഫ് ദി മാഗ്നറ്റ് ഓർ സോളിനോയിഡ്. 3 ഘടകങ്ങൾ ഏതൊക്കെ? ചുറ്റുകളുടെ എണ്ണം, കാന്തത്തിന്റെ ശക്തി, കാന്തത്തിന്റെ ചലന വേഗത. ഈ 3 കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് പ്രേരിത EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF. കാരണം പഠിക്കുമ്പം അതങ്ങ് എന്താണ് അടിച്ചു പൊളിച്ചങ്ങ് പഠിച്ചു വെക്കുക. ഇതിപ്പോ നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചില്ലേ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട്. ഓക്കെ വാ, ഉറങ്ങരുത് കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ അല്ല വലത് കൈ നിയമം. നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളും ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമവും പഠിച്ചെങ്കിൽ 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂളാണ്. വലിയ വ്യത്യാസമൊന്നും, ലെഫ്റ്റും റൈറ്റും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആണെങ്കിൽ കൈ പിടിക്കുക, തമ്പാണ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ. തമ്പ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ്, ഡയറക്ഷൻ ഉള്ള വാക്കിന് വളരെ വിലയുണ്ട്. തമ്പ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ. 4 finger indicates the direction of magnetic field and the middle finger indicates the direction of electric current. വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകണം. മലയാളത്തിലും ഞാൻ പറയും കൃത്യമായിട്ട്. ഇംഗ്ലീഷ് പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. തമ്പ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ. 4 finger indicates the direction of magnetic field and middle finger indicates the direction of electric current. അങ്ങനാണെങ്കിൽ ഇത് തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ. തള്ളവിരല് എപ്പോഴും ഒരു ചലന ദിശയെ സൂചിപ്പിക്കും, ചലനത്തിന്റെ ദിശയെ സൂചിപ്പിക്കുന്നതാണ്. ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തെ സൂചിപ്പിക്കുന്നു. നടുവിരൽ വൈദ്യുത പ്രവാഹ ദിശയെ സൂചിപ്പിക്കും. ഇത് കൃത്യമായിട്ട് അങ്ങ് അറിഞ്ഞിരിക്കുക, എളുപ്പമാണ്. ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം അറിയാമെങ്കിൽ ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമം അറിയാൻ വലിയ പാടൊന്നുമില്ല. അന്നേരം അതും സിമ്പിളായി. അന്നേരം നമ്മൾ പടപടാന്ന് പിടിച്ചു വരികയാണ്. അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ചെറുതാണ് നമ്മൾ വിചാരിക്കും, ചെറുതല്ല. AC-യും DC-യും തമ്മിലുള്ള വ്യത്യാസം. പഠിക്കാൻ റെഡിയാണല്ലോ? ഓക്കെ. അടുത്തത് വളരെ 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 ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴും അങ്ങോട്ടുള്ള ക്ലാസ്, മുന്നോട്ടുള്ള ക്ലാസ്സുകളിലും എല്ലാം അറിഞ്ഞിരിക്കണം. 10ാം ക്ലാസ്സിൽ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. AC-യും DC-യും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് AC, എന്താണ് DC? AC എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയും. ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്. മലയാളം മീഡിയത്തിലാണെങ്കിൽ
പ്രത്യാവർത്തി ധാരാവൈദ്യുതിയിൽ നിന്ന് എ സിക്ക് പറയും, നേർധാരാവൈദ്യുതിയിൽ നിന്ന് ഡി സിക്ക് പറയും. എന്താണ് ഡി സി എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഡി സി എന്ന് പറഞ്ഞാൽ എ കറണ്ട് ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഫ്ലോയിങ് ഇൻ വൺ ഡയറക്ഷൻ. ഒറ്റ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡി സി. ഇപ്പൊ നമ്മൾ ഉദാഹരണം ഒരു ഗ്രാഫ് വരയ്ക്കുന്നത്. ഗ്രാഫിന് എത്ര ആക്സിസ് ഉണ്ട്? 2 ആക്സിസ് ഉണ്ട് അല്ലെ. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് അല്ലെ. നമ്മളതൊക്കെ നമുക്കറിയാവുന്നതാണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഉണ്ട്. ഞാൻ എക്സ് ആക്സിന് അവിടെ ടൈമും വൈ ആക്സിന് അവിടെ കറണ്ടും കൊടുക്കുവാണെങ്കിൽ ഡി സിയുടെ ആണെങ്കിൽ ഗ്രാഫ് വരുന്നുണ്ട് ഇങ്ങനെ വരും. കാരണം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെ. ചിരി വെള്ളമുണ്ടല്ലേ, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് ഡി സിയുടെ ഗ്രാഫായിട്ട് വരാം. അന്നേരം കണ്ടിന്യൂസ് ആയിട്ട് വൺ ഡയറക്ഷൻ കറണ്ട് ഫ്ലോ ചെയ്യുവാണെങ്കിൽ അത് ഡി സി ആണ്, അല്ലെങ്കിൽ നേർധാര വൈദ്യുതിയാണ്. അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്നതിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? ടൈം അവിടെയും കൊടുക്കുക, കറണ്ട് എലോങ് വൈ ആക്സിസ് ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ വൈദ്യുതി മാറുന്നതിനെ പറയുന്ന പേരാണ് പ്രത്യാവർത്തി ധാരാവൈദ്യുതി. എ കറണ്ട് ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചസ് അറ്റ് റിപ്പീറ്റഡ് ഓർ റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈം. അതാണ് റിപ്പീറ്റഡ് വേണ്ട, റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈമിൽ ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് എ സി. എന്താണ് ഡി സി? എ കറണ്ട് ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ. ഇനി എന്താണ് ഡി സി? എ കറണ്ട് ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഫ്ലോസ് അറ്റ് റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈം. റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈമിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് എ സി. രണ്ടിന്റെ ഗ്രാഫ് മനസ്സിലായില്ലേ? ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇല്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നോട്ട്ബുക്ക് എടുത്തൊന്ന് വരയ്ക്കാൻ നന്നായിരിക്കും. ഒരുപക്ഷെ ഇങ്ങനെ ഗ്രാഫ് വന്നിട്ടേ നിങ്ങളോട് ചോദിക്കുക അത് എ സിയുടെ ആണോ ഡി സിയുടെ ആണോ, ഞാൻ ടെക്സ്റ്റിനകത്തിൽ നിന്ന് പറയണ്ട, കാരണം അത് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ടല്ലോ. ഇതുകൂടെ അങ്ങ് പഠിച്ചു. കാരണം നമ്മൾ എ സി എന്താണ് ഡി സി എന്താണെന്ന് പഠിച്ചു. കാരണം നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മൾ ഇന്നത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം തുടങ്ങി. ഒരു 2 ക്ലാസ് 3 ക്ലാസ് കൊണ്ട് നമ്മൾ ഫുള്ള് 2 ക്ലാസ് കൊണ്ടൊക്കെ ഏകദേശം മൊത്തം തീർത്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോകും. അന്നേരം സൗണ്ടൊന്നും പ്രശ്നമല്ല കേട്ടാ. നിങ്ങൾ കട്ട സപ്പോർട്ടായിട്ട് കൂടെ വന്നാൽ അന്നേരം കട്ട സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അതാണ് ഒരു അധ്യാപനം നിലയിൽ നമുക്ക് സന്തോഷം. നിങ്ങൾ കേൾക്കുന്ന കുട്ടികൾ നന്നായിട്ട് ഇത് പഠിച്ചിട്ട് നല്ല മാർക്ക് അടിക്കണം. പൊളിച്ചടിച്ച് അങ്ങനെയാണോ? അങ്ങനെ പഠിക്കണം കേട്ടോ. കാരണം എല്ലാ രീതിയിലും ഗിരീഷ് സാറിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് സാധനപ്പെട്ടവരും മനസ്സിലാകുന്ന രീതിയിലായിരിക്കും പഠിപ്പിക്കും. അതിന് സംശയം വേണം. ഞാനത് +1 ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, +2 അങ്ങനെയാണ്, 10ാം ക്ലാസ്സിലൊക്കെ അങ്ങനെ, എല്ലാ ക്ലാസ്സും അങ്ങനെ. എന്നിട്ട് നിങ്ങൾ അതിനകത്ത് ഒരു ടെൻഷൻ വേണ്ട, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്, അതിനകത്ത് സംശയം വേണ്ട. കാരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നല്ല നല്ല ടോപ്പിക്കുകളായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണം വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു. ഓക്കെ, വാ.